ഗാസ കീഴടക്കാൻ വേണ്ടി എല്ലാ ഫലസ്തീൻ വംശജരെയും കൊന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ കരുതുന്നത് തങ്ങളുടെ രോമത്തിൽ പോലും തൊടാൻ ഇവിടെ ഒരു ശക്തിക്കുമാകില്ല എന്നതാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, സിറിയയിലും ലബനനിലും യമനിലും എല്ലാം തന്നെ സൈനിക നീക്കം നടത്തി പരിചയമുള്ള ജൂതരാഷ്ട്രത്തെ വരച്ച വരയിൽ നിർത്തിയത് ഒരേ ഒരു രാജ്യമാണ്. അത് മറ്റാരുമല്ല, പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ ഭയക്കുന്ന ഇറാൻ എന്ന വലിയ ശക്തിയാണത്. പിടിച്ചുകെട്ടാൻ അമേരിക്ക പഠിച്ച പണി 18 നോക്കിയിട്ടും നടന്നില്ല. ലോക പോലീസാണെന്ന് വീരവാദം മുഴക്കുന്ന അമേരിക്കയ്ക്ക് പോലും ഒന്ന് തൊടാൻ പോലും സാധിച്ചിട്ടില്ല. ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യയെ ചോദ്യം ചെയ്യാനും അതിന് തക്ക മറുപടി നൽകാനും ഇവിടെ ധൈര്യമുള്ള ഒരു രാജ്യം ഇറാൻ മാത്രമാണ് എന്നതാണ് ഇവിടെ പറയാനുള്ള ഒരു കാര്യം. ദിനം പ്രതി വളരുന്ന ഇറാനെ തളയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ നിന്ന് മോങ്ങുന്ന അമേരിക്കയുടെ മുന്നിലൂടെയാണ് ഇസ്രായേലിന്റെ രഹസ്യരേഖകൾ, അതും ആരും തൊടാൻ സാധിക്കില്ലെന്ന് ഇസ്രായേൽ അഹങ്കരിക്കുന്ന, ആർക്കും കാണാൻ കഴിയില്ലെന്ന് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ രഹസ്യരേഖകൾ ഇറാൻ ചോർത്തിയിട്ടുള്ളത്. ഇസ്രായേലിന്റെ ആണവ പദ്ധതികളുമായും മറ്റ് സൈനിക നീക്കങ്ങളുമായി സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയാണ് ചോർന്നിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. ഇസ്രായേലിന്റെ നിരവധി സെൻസിറ്റീവ് രേഖകൾ ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ തന്നെയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. മുൻപ് ഇസ്രായേലി ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഇറാൻ നടത്തിയ സൈബർ ആക്രമണത്തിനിടെയാണ് ഈ രേഖകൾ റാഞ്ചിയതെന്നാണ് ഇറാന്റെ വാദം. ഇറാനെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പ് സംഘർഷത്തിന്റെ വക്കോളം എത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇറാൻ ഇത്തരമൊരു സുപ്രധാനമായ നീക്കം നടത്തിയതും അത് വെളിപ്പെടുത്താൻ ലോകത്തിന് മുന്നിൽ തയ്യാറായതും. ഇസ്രായേലിൽ നിന്നും കടത്തിയ രേഖകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പരിശോധിക്കുന്നതിന് ഗണ്യമായ സമയമെടുത്തിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. 2018 തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ഏജന്റുമാർ ഇറാനിയൻ രേഖകളുടെ ഒരു വലിയ ശേഖരം പിടിച്ചെടുത്തതായിട്ട് അവകാശപ്പെട്ടിരുന്നു. അമേരിക്കയുമായുള്ള ആണവ കരാറിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭീഷണിപ്പെടുത്തി. എന്നാൽ റഷ്യ നിലപാട് കടുപ്പിച്ചതോടെ ഇത്തരമൊരു നീക്കത്തിൽ നിന്നും അമേരിക്കയ്ക്ക് പിന്മാറേണ്ടതായി വരികയാണ്. കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി ട്രംപ് ഇടപെട്ടാണ് തടഞ്ഞത്. ഇറാനെ ആക്രമിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, കടൽ മാർഗമുള്ള ലോക വ്യാപാരവും നിലയ്ക്കും. ഇപ്പോഴും കടൽ മാർഗം ലോകത്തെ വിറപ്പിക്കാനുള്ള ശേഷി ഇറാനും അവരുടെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്കുമുണ്ടെന്ന് തന്നെയാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. ഹൂതികൾ നടത്തിയ ആക്രമണങ്ങളിൽ നിന്നും മുങ്ങിപ്പോകാതെ കഷ്ടിച്ചാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ പോലും ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തു തന്നെ സംഭവിച്ചാലും അമേരിക്കയുടെയും അതുപോലെ ഇസ്രായേലിന്റെയും ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന് തന്നെയാണ് ഇറാന്റെ പ്രഖ്യാപിത നിലപാട്. അത് ഒരു രാജ്യത്തിനു വേണ്ടിയും, അത് ലോക പോലീസ് ആവട്ടെ, ജൂതരാഷ്ട്രമാകട്ടെ, എന്തുമാകട്ടെ, എന്ത് ഭീഷണിക്ക് മുമ്പിലായാലും തല കുനിക്കാൻ തയ്യാറല്ലെന്നാണ് ഇറാൻ ലോകത്തോട് പറയുന്നത്. അതായത് അമേരിക്ക എന്ത് ഉപരോധം നടത്തിയാലും തങ്ങൾക്ക് അതിജീവിക്കാൻ ശേഷിയുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് ഇറാൻ ജീവിക്കുന്നത് പോലും. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുന്നത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് 100% വിരുദ്ധമാകുന്നുവെന്ന് തിരിച്ചറിഞ്ഞാണ് അത്തരമൊരു നിലപാട് ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. ആണവായുധം സ്വന്തമാക്കുന്നതിന്റെ അടുത്തു നിൽക്കുന്ന ഇറാൻ ഏത് നിമിഷവും അത് സ്വന്തമാക്കുമെന്ന് തന്നെയാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഭയമാണ് ട്രംപ് സർക്കാരെ ഇപ്പോൾ ഇറാന്റെ കാല് പിടിക്കാൻ അല്ലെങ്കിൽ ഇറാനുമായി ഒരു ചർച്ച നടത്താൻ തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇറാന് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. നിലവിലെ ഉപരോധങ്ങൾക്ക് പുറമെ ഇറാന്റെ ദേശീയ ടാങ്കർ കമ്പനിയുമായി ബന്ധമുള്ള കുറഞ്ഞത് 2 കമ്പനികൾ ഉൾപ്പെടെ 10 വ്യക്തികളെയും 27 സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധം അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ഇതൊന്നും തന്നെ ഇറാനെയോ അവരുടെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമീനിയോ ചെറുതായിട്ട് പോലും ഉലച്ചിട്ടില്ല. അതായത് ഇറാനെ തകർക്കാൻ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഏത് ഉപരോധങ്ങളും പൊട്ടിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം. അത് പല രാജ്യങ്ങളും അമേരിക്കയുടെ കാൽക്കീഴിൽ വന്ന് കുമ്പിട്ട് നിൽക്കുമ്പോൾ അമേരിക്കയുടെ ഏത് ആജ്ഞയും പരിപാലിക്കാൻ തയ്യാറാണെന്ന് സന്നദ്ധത അറിയിച്ചുകൊണ്ട് കുമ്പിട്ട് നിൽക്കുന്ന പല രാജ്യങ്ങളുടെയും മുന്നിലാണ് അമേരിക്ക ഇനി എന്ത് കളിച്ചാലും ഒരു കാര്യവുമില്ല, അതിന് ഇറാൻ തയ്യാറല്ല എന്ന നിലപാട്
ഇറാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച ഉത്തര കൊറിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം. ഇറാന് കരുത്താകുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതേപോലെ തന്നെ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും തന്നെയാണ്. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ചിന്തിക്കുന്ന നിമിഷം തന്നെ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്നും മാറ്റുമെന്നാണ് ഇറാൻ സൈനിക നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുവരെ യുദ്ധത്തിന് അവർ തയ്യാറാവാതിരുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം. എന്നാൽ ഗാസയിൽ ഇപ്പോൾ ഇസ്രായേൽ തുടരുന്ന നരനായാട്ടിനെ ചോദ്യം ചെയ്യാൻ പശ്ചിമേഷ്യയിൽ ഇന്നൊരു ശക്തി ഉണ്ടെങ്കിൽ അത് ഇറാനാണെന്ന് എല്ലാ ലോകത്തിനും അറിയാവുന്നതാണ്. ഇറാന്റെ ഈ വെല്ലുവിളി മാരകമായ ആയുധങ്ങൾ അവർ ഇതിനകം തന്നെ വികസിപ്പിച്ചെടുത്തതിന്റെ സൂചനയാണെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് ഹൂതികൾ അയച്ച നിരവധി മിസൈലുകൾ സമീപകാലത്ത് ഇസ്രായേലിൽ പതിച്ചിട്ടുള്ളതിനാൽ ഇസ്രായേലിനും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്. അതായത് ഇസ്രായേൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മറ്റാരെയുമല്ല, ഇറാനെയാണ്. അമേരിക്ക എന്ന വലിയ ശക്തി കൂടെയുണ്ട് എന്ന അഹങ്കാരത്തിന്റെ മോൾ ഇസ്രായേൽ പടുത്തുയർത്ത സാമ്രാജ്യങ്ങൾ തുലഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അതിനെ പോലും തച്ചുടയ്ക്കാൻ തക്ക ശക്തിയുമായിട്ടാണ് ഇറാൻ തന്റെ ആണവ ശേഖരവും അതുപോലെ ആയുധ ശേഖരവും ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് ഗാസയിൽ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾക്ക് മാത്രമുള്ളതല്ല. അമേരിക്കയും ഇസ്രായേലും യോജിച്ച് പ്രവർത്തിച്ച് ഇറാനെ തകർക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ മിണ്ടാതിരുന്നതും വലിയ പ്രശ്നമുണ്ടാക്കാതിരുന്നതും പല കാരണങ്ങൾ കൊണ്ടാണ്. എന്നാൽ ഇനിയും മിണ്ടാതിരിക്കാനോ അല്ലെങ്കിൽ ആയുധം എടുക്കാതിരിക്കാനോ തങ്ങൾ തയ്യാറല്ലെന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട്.